ഹലോ ഗൈസ്, വെൽക്കം ബാക്ക്. ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് മൈൻക്രാഫ്റ്റിൻ്റെ അടുത്തൊരു വീഡിയോയിലേക്കാണ്. ഞാൻ ഇന്ന് ചെയ്യാൻ വേണ്ടി പോകുന്നതെന്ന് പറഞ്ഞാൽ ചെറിയൊരു പാർക്കോർ വീഡിയോ ആണ്. പിന്നത്തെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് നല്ലൊരു പനി കിട്ടിയിട്ടുണ്ട്. പിന്നെ അതുകൊണ്ട് ഈ സൗണ്ടിന് ഇച്ചിരി പ്രശ്നമുണ്ട്. പക്ഷേ എന്നാലും ഞാൻ സീനില്ലാതെ ചെയ്തിട്ടുണ്ട്. പിന്നത്തെ ഒരു കാര്യം, ലെറ്റ്സ് പ്ലേ എപ്പിസോഡ് ഞാൻ ഇടുന്നതായിരിക്കും. കാരണം അത് ഇച്ചിരി ഗ്രൈൻഡിങ്ങിന് പരിപാടിയുണ്ട്. അതുകൊണ്ട് ഞാൻ അതിൻ്റെ വീഡിയോ ഇടുന്നതായിരിക്കും. അപ്പം വേറെ ഒന്നും പറയാതെ നമുക്ക് വീട്ടിലേക്ക് പോവാം. കയറിയതേ ഉള്ളൂ. ഈ സൈഡിലോട്ടാണ് പോകാനാണ് അവർ പറയുന്നത്. ഇങ്ങോട്ട് നമുക്കൊന്ന് പോയി നോക്കാം. ഇവിടെ എന്നെ ഉണ്ടെന്ന് നോക്കാമല്ലോ. ഒന്നുമില്ല, ഇവിടെ തന്നെ ചെയ്തു. ഇത് നമ്മൾ നേരത്തെ കളിക്കാത്തത് കൊണ്ട് സത്യം പറഞ്ഞാൽ ഇത് ഇവിടെ എല്ലാം കാണും. ഇതിനെ കൊല്ലണം. നമ്മൾ പൊട്ടിക്കാൻ പറ്റുമോ? ഒന്നും പൊട്ടിക്കാൻ പറ്റില്ല. പിന്നെ എന്നാത്തിന് അതെ ഇവിടെ ഉണ്ട്. എന്തോ ഇരിക്കും. ഇതൊന്ന് തുറന്ന് നോക്കാം. സംഭവം മനസ്സിലായി. ഇതെടുത്ത് നമുക്ക് അവിടെ വെക്കണം. ഇതെടുത്ത് ഇവിടെ ഇട്ട് ഇങ്ങനെ ക്ലിക്ക് ചെയ്യണം. അപ്പോൾ നമ്മൾ അങ്ങോട്ട് പോകും. അയ്യോ, ഞാൻ പേടിച്ചു. ഞാൻ വിചാരിച്ച ഹൊറർ മോഡ് വല്ലതാണോ കയറ്റിയത്. ആ ചെക്ക് പോയിന്റ്, ഫസ്റ്റ് ചെക്ക് പോയിന്റ്. ഞാൻ ഒരു പാർക്കോർ കിങ് ആണ്. നിങ്ങൾക്ക് അറിയത്തില്ലെങ്കിൽ ഞാൻ ചാറ്റ് തുടങ്ങിയതല്ലേ ഉള്ളൂ. ഒരു പാർക്കോർ കിങ് ആണ്. ഇങ്ങനെ ചാടിയ പാർക്കോർ കിങ് ആണ് ഞാൻ ഒരു വലിയൊരു പാർക്കോർ കിങ് ആയതുകൊണ്ട് ഇതൊക്കെ എനിക്ക് സർവ്വസാധാരണമാണ്. ഇതൊക്കെ സിമ്പിൾ പാർക്കോർ കിങ് ആണ് ഞാൻ. പിന്നെ എനിക്കിതൊക്കെ സിമ്പിളായിട്ട് എനിക്ക് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റും. ഇത് ഇങ്ങോട്ട് ചാടും. ഇങ്ങോട്ട് ചാടിയിട്ട് ഇങ്ങോട്ട് ഇരുന്നിട്ട് ഇങ്ങോട്ടാന്ന് തോന്നുന്നു. ഇങ്ങോട്ട് ചാടിയിട്ടുണ്ട്. ഇങ്ങോട്ട് സിമ്പിൾ പാർക്കോർ കിങ്ങാണ് ഞാൻ. പിന്നെ എനിക്കിതിൻ്റെ പേടിയില്ല. രണ്ടാമത്തെ ചെക്ക് പോയിന്റ്. ഓക്കെ, രണ്ടാമത്തെ ചെക്ക് പോയിന്റ് കിട്ടിയിട്ടുണ്ട്. ഇങ്ങോട്ടാണ് പാർക്കോർ കിങ്ങാണ് ഞാൻ. പാർക്കോർ കിങ്. ഞാൻ ഇങ്ങോട്ട് ചാടിയിട്ട് ആ ലാഡറിലോട്ട് നമ്മൾ പിടിക്കണമെന്നുണ്ട്. പിടിക്കുന്നുണ്ട്. ഓക്കെ, സെറ്റ്. ഇങ്ങോട്ട് സംഭവം മനസ്സിലായി. ഈ ലാഡറിലോട്ട് നമ്മൾ പിടിക്കണം. എങ്ങനെ പിടിക്കുന്നത്? പാർക്കോർ കിങ് ആണ് നമുക്കിതൊക്കെ സിമ്പിളാണ്. ഇവിടുന്ന് നമുക്ക് ഡയറക്റ്റ് അങ്ങോട്ട് ചാടാൻ പറ്റും. അതിനുള്ള പവറൊന്നും നമുക്ക് ആവത്തില്ല. ഓക്കെ, ആവത്തില്ല. നമ്മൾ സ്പീഡ് കംപ്ലീറ്റ് ആക്കണം. ഇത് അയ്യോ, എനിക്ക് ഒന്നാമതെ മേലാത്തിരിക്കും. അയ്യോ, സംസാരിക്കാൻ മേലെ എനിക്ക്. അയ്യോ, ഓക്കെ. ഇങ്ങോട്ട് ചാടിയിട്ടുണ്ട്. അത് പാർക്കോർ കിങ്ങിനും ചില അബദ്ധങ്ങളൊക്കെ പറ്റും. അത് നിങ്ങൾ വിട്ടു കൊടുക്കണം. ഇവിടെ നിന്ന് ഇങ്ങോട്ടല്ല, ഇങ്ങോട്ട് ചാടിയേക്കാം. ഇവിടെ നിന്ന് അങ്ങോട്ട് ചാടണം. നമ്മളിപ്പോൾ ചാടും. അത് വേറെ കാര്യം. നമ്മൾ ചാടിയിട്ടുണ്ട്. ഇങ്ങോട്ട് അവിടെ നിന്ന് ചാടി. ഓക്കെ, സെറ്റ്. ഇവിടെ നിന്ന് നമുക്ക് കയറാൻ പറ്റണേ. പിന്നെ അല്ല, പാർക്കോർ കിങ്സിലൊക്കെ ഇതൊക്കെ സർവ്വസാധാരണമാണ് നമുക്ക്. അയ്യോ, ഇത് മാറിപ്പോയി. F1 പിടിച്ച് വയ്ക്കും. ഓക്കെ, അടുത്ത സ്ഥലം സിമ്പിൾ. മൂന്നാമത്തെ ആയി കേട്ടോ. ഓക്കെ, ചാടി. ഈ ലാഡർ ഭയങ്കര പാടാണ്. അല്ല, ലാഡറൊക്കെ എനിക്ക് സിമ്പിളാണ്. പിന്നെ അത് വേറെ കാര്യം. ഇങ്ങോട്ടാ ഇവിടെ എല്ലാം ലാഡർ കാണണമല്ലോ. ഇവിടെ ഒന്ന് ലാഡർ ഇവിടെ ഉണ്ട്. ഞാൻ കണ്ടില്ല. പാർക്കോർ കിങ് ആണിത് ഞാൻ. പിന്നെ അത് സീനില്ല. അതുകൊണ്ട് ഇതൊക്കെ അതവിടെ ഉള്ള കാര്യം മറന്നു പോയി. ക്ഷമീര് സീനില്ല. നമുക്ക് ഓക്കെ കുറച്ചാ കളിക്കുന്നത്. ഓക്കെ, നമുക്കപ്പോൾ ഇത് എത്രാമത്തെയാണ്? നാലാമത്തെ എടുത്തിട്ടുണ്ട് നമ്മൾ. സിമ്പിളായിട്ട് നമ്മൾ എടുത്ത്. ഓക്കെ, പെർഫെക്റ്റ്. സിമ്പിളായിട്ട് നമ്മൾ ഇത് എടുത്തിട്ടുണ്ട്. ഓക്കെ, ബട്ട് പനിയായിട്ട് എല്ലാവർക്കും പിച്ചുമ്പോഴൊക്കെയാണ് ഈ പറയുന്നത് ഇരുന്ന്. ഓക്കെ, ഇങ്ങോട്ട് കാണും. ഓക്കെ, ചത്തിട്ടുണ്ട്. ആടാ, ഞാൻ അതേ ചാടിയത്. അതേ പിടിച്ചില്ല അവൻ. നീ ഓക്കെ. സിമ്പിൾ. ഈ നല്ല ഒച്ചത്തിൽ സംസാരിക്കാൻ പറ്റത്തില്ല. എനിക്ക് ഓടി എങ്ങനെ പോകുന്നതെന്ന് പോലും അറിയത്തില്ല.
ഓക്കെ, ഇവിടുന്ന് ഒന്ന് ലാഡർ കാണും. ലാഡറുണ്ട് കേട്ടോ. എടാ നമ്മളതേ പിടിക്കണമായിരുന്നു. ഞാൻ ഓർത്ത് ഡയറക്റ്റ് ചാടി അങ്ങോട്ട് മണ്ടേക്കോട്ട് കയറും. പക്ഷേ സർവ്വസാധാരണമാണ് എല്ലാം കിങ്സിൽ. ഓക്കെ, ചാട് കോണ്ടാക്ട് ചെയ്തിട്ടേ പറയണം കേട്ടോ, വല്ല പാർക്കോറും. ഓക്കെ, ഓക്കെ സെറ്റ്. നമ്മൾ പാർക്കൂർ ക്ലീൻ ആയതുകൊണ്ട് ഇവിടെ നിങ്ങൾ ഡയറക്റ്റ് നടന്നു പോകാൻ പറ്റണ്ടയാണല്ലോ. എന്നാ പറ്റാത്തെ? എന്നൊക്കെ പിച്ചുമ്പോ ഇവിടെ നിന്ന് ഡയറക്റ്റ് ചാടിയാ എത്തി. നമ്മൾ സീനല്ലേ, നമ്മൾ പിന്നെ സീനല്ലേ. ഓക്കെ, ഇവിടെ വല്ലതും ഉണ്ടോ? ഇവിടെ ഉണ്ട്. അവിടെ ഉണ്ട് അതേ. ഓക്കെ, പാർക്കോർ കിങ് ആണ് നമ്മൾ. പാർക്കോർ കിങ് വേഗം തന്നെ, പക്ഷെ നമ്മൾ തീർക്കുന്നു തോന്നുന്നു. ഇത് എത്ര എണ്ണം ഉണ്ടെന്നൊന്നും അറിയത്തൊന്നുമില്ല. എത്ര ചെക്ക് പോയിന്റ് ഉണ്ടോ ആർക്കറിയാം. ഇടയ്ക്ക് ടിഡിങ് അതടിക്കുന്ന എന്നത്തിന് കണ്ടു. ഓക്കെ 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 സെറ്റ്. ഓക്കെ, ഇനി വരുന്നതെല്ലാം പാടായിരിക്കും. ഇത് സിമ്പിൾ ആണെങ്കിൽ പോലും സൂപ്പർ കറങ്ങി ചാടും. ഇനി വരുന്ന ഇതെല്ലാം സിമ്പിൾ ആയതുകൊണ്ട് ഈ പാർക്കൂർ ദൈവത്തിന് ഇതെല്ലാം സിമ്പിളാണ്. പിന്നെ ഒരു കണ്ടന്റിന് വേണ്ടിയാണ് ഇതൊക്കെ കാണിക്കുന്നത് കാണിക്കണം. ഇതൊക്കെ എനിക്ക് സിമ്പിളാണ്. പാർക്കൂർ ദൈവങ്ങളാണ് നമ്മളെപ്പോലുള്ള പ്രോ ആയിട്ടുള്ള ആൾക്കാർക്ക് ഇച്ചിരി സീനായിട്ടൊക്കെ കളിക്കാൻ പറ്റും. പറഞ്ഞില്ലേ ഇനി അങ്ങോട്ട് കാണട്ടെ. കണ്ണും കണ്ടുകൂടാ, കണ്ണൊക്കെയാണ് ചൂടെടുത്തിട്ട് വേണം. ഓക്കെ, സിമ്പിൾ ആൻഡ് സിമ്പിളായിട്ട് എനിക്ക് തോന്നി അവിടെ ലാഡർ കാണും. ഞങ്ങൾ ദൂരെ തന്നെ കണ്ട് കണ്ണ് ചൂടായതുകൊണ്ട് ഞാൻ അതേ കയറിയതാ ലാഡറേല്. നമ്മൾ കൂളായിട്ടിരുന്ന് നമ്മൾ കളിക്കണം. 10 വരെ മിക്കവാറും ഇത് പോകത്തില്ല. ഇപ്പം തന്നെ നിർത്താനുള്ള ചാൻസ് കൂടുതലാണ്. പക്ഷേ എൻ്റെ എടാ പോയാ മണ്ടക്കോട്ട് ചാടാനും പറ്റത്തില്ല. ഇതല്ലേ ഞാൻ പിടിക്കുന്നു. ഇവിടെ നിന്ന് ഞാൻ ഇങ്ങോട്ട് ചാടിയിട്ട് വീടാ. അയ്യോ, എത്ര സമയം എടുത്തടാ കുട്ടാ, എത്ര സമയം എടുത്ത്. അങ്ങനെ കംപ്ലീറ്റ് ആയി. ഇവിടെ നിന്നൊന്നുമല്ല, ഞാനെ പോയി കഴിഞ്ഞാൽ ഞാൻ ഈ ഗെയിം നിർത്തും. വേഗം പോയി ചെക്ക് പോയിന്റ് 9. ഇനി 10 കൂടെ കംപ്ലീറ്റ് ആക്കാവുള്ളൂ. 10 ഇത് ഞാൻ നേരത്തെ കളിച്ചല്ലേ. മുന്നോട്ട് കളിക്കാം. ഇതും കൂടെ ഉള്ളു. ഞാൻ 10 കംപ്ലീറ്റ് ആക്കി ഞാൻ നിർത്തും. എനിക്ക് മതിയായി. 10 കൂടെ ഉള്ളത് മതിയായിരുന്നു. 10 കൂടെ. ഓക്കെ, പിന്നെയും 10 പിന്നെയും വീണ്ടും നിൽക്കണം. ഓക്കെ എനിക്ക് മര്യാദയ്ക്ക് സംസാരിക്കാൻ പറ്റുന്നില്ല ഇതിനകത്ത് കോൺസെഷൻ കൊടുത്തേ കൊണ്ട്. ഓക്കെ, സിമ്പിളായിട്ട് ചാടിയിട്ടുണ്ട്. ഓക്കെ, സിമ്പിൾ. പാർക്കൂർ ദൈവം എന്നൊക്കെ ഞാൻ കുറച്ച് മുമ്പ് തുടക്കത്തിൽ പറഞ്ഞായിരുന്നു. അത് പനി അതിൻ്റെ പിച്ചും പേയൊക്കെ എടുത്ത് പറയില്ല. നിങ്ങൾ മൈൻഡാക്കണ്ട, പലതും പറയും നമ്മൾ. അവിടെ ചാടി ഞാൻ ഇച്ചിരി കൂടെ അടിയിലോട്ട് പോകത്തേ ഉള്ളൂ. ഓക്കെ, ഒറ്റ ഇതിൽ ഞാൻ ഇങ്ങോട്ട് വന്നിട്ടുണ്ട്. ചാടാൻ പറ്റത്തില്ല. പിന്നെ എന്നത്തിനാ ലാഡർ കൊണ്ട് വെച്ചേ. ഇത് ലാഗ് അടിക്കും.
കൂടെ കംപ്ലീറ്റ് ആക്കിയിട്ട് വെച്ചിട്ട് എനിക്ക് കിടന്ന് ഉറങ്ങണം. ഇത് 10 കൂടെ കംപ്ലീറ്റ് ആക്കിയിട്ട് ഇതൊന്ന് കഴിഞ്ഞിട്ട് എനിക്കൊന്ന് കിടന്ന് ഉറങ്ങണമായിരുന്നു. അതും പറ്റത്തില്ല മിക്കവാറും. ആർക്കറിയാം. അയ്യോ, എഡിറ്റിങ് ചെയ്യണം. ഓ ഇതെന്തുവാണോ? അയ്യോ, അപ്പോൾ എനിക്ക് മതിയായി. അടുത്ത എപ്പിസോഡ് ഞാൻ അടുത്ത വട്ടം ഇടുന്നതായിരിക്കും. ഇതുവരെ കണ്ടവർക്ക് എല്ലാവർക്കും താങ്ക് യു ഫോർ ദ വാച്ചിങ്. അപ്പം അടുത്തൊരു എപ്പിസോഡായിട്ട് വരാം. ഇതിൻ്റെ പാർട്ട് 2 എന്തായാലും ഞാൻ ഇടുന്നതായിരിക്കും. അപ്പം ബൈ.